ഇപ്പോൾ ചെറിയൊരു പർച്ചേസിങ്ങിലാണ് ഞങ്ങളിപ്പോൾ കേട്ടോ. എന്താ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്കും എൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതാ ഇത് ചെറിയ ഷോപ്പിങ്ങും പിന്നെ കുറച്ച് കാര്യങ്ങളും പറയാനുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അങ്ങോട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഡി മാർക്കറ്റാണ് കേട്ടോ. എവിടെയാണ് ഡി മാർക്കറ്റ് എന്നില്ലേ? കോവയിലാണ്. കോവയെന്ന് പറഞ്ഞാൽ എവിടെയെന്ന് എല്ലാവരും ചോദിക്കണ ഒരു ചോദ്യമാണ് കേട്ടോ. എൻ്റെ ലൈവിലായാലും എവിടെ വന്നാലും ഗോവയാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ ഗോവയല്ല കേട്ടോ, കോവൈ, തമിഴ്നാട്, കോയമ്പത്തൂർ. ഓക്കെ, അവിടെ ഒരു ഡി മാർട്ട് ഉണ്ട് കേട്ടോ. ഡി മാർട്ടിലേക്ക് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പോക്കാണ് കേട്ടോ. ഓഫർ മാത്രമല്ല കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓഫർ എവിടെയെന്ന് മാത്രമല്ല, അങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ ഒക്കെ എടുക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കയ്യിലത്തെ കാശ് ആലോചിച്ചിട്ട് പാകത്തിന് മാത്രമേ ഉള്ളൂ ഞാൻ എടുക്കണേ. ഞാൻ എടുത്താലും തിരിച്ചങ്ങോട്ട് വെക്കണുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഈ അതിൽ നിന്ന് എടുത്തിട്ട് അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതാ പിന്നെ ഞാൻ പറയുന്നത് അങ്ങനെ ഇതാ കുറേ ഡപ്പയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഡപ്പയിൽ എന്തിനങ്ങനെ എടുക്കണേന്ന് നിങ്ങളെ വിചാരം ഉണ്ടാവുമല്ലോ. അതുതന്നെയാണ് ഞാൻ മെയിൻ പറയാനുള്ളൊരു കാര്യം. ഞാനിവിടെ മണ്ണാർക്കാട്ടിൽ നിന്ന് വന്നിട്ട് കോവയിൽ വന്നിട്ട് 5 വർഷം കഴിഞ്ഞിട്ടോ. കൊറോണ 2020 കേട്ടോ ഈ ഒരു വീട്ടിലോട്ട് ഞാൻ വാടകയ്ക്ക് താമസിക്കാനായിട്ട് വന്നത്. അപ്പോൾ വന്നിട്ട് ഈ വീട്ടിൽ നിന്നാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടാക്കുന്നതും ഈ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അത് നിങ്ങളോടും കൂടി പറയേണ്ട ഒരു അവകാശം കൂടിയല്ലേ. അങ്ങനെ അതാ ഈ ഞാനിരിക്കുന്ന വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹങ്ങൾ, വലിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. വേറൊരു വീട്ടിലേക്ക് പോകാൻ, വാടകയ്ക്കാണെങ്കിലും അതൊരു വീടല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ വലുതൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ചെറിയ ഡപ്പകളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പുതിയ വീട്ടിലേക്ക് പോകാനുള്ള വരവേൽപ്പാണ് കേട്ടോ. ഈ കാണുന്നൊരു വരവേൽപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം അതിനാണ് ഈ ഡപ്പകൾ ഇങ്ങനെ എടുക്കുന്നത്. കഴിഞ്ഞ ഡപ്പകളൊക്കെ 5 വർഷമായി. ഞാനിവിടെ വരുന്ന ടൈമിൽ എടുത്ത ഡപ്പകളായിരുന്നു. അതൊക്കെ അങ്ങോട്ട് കുറച്ച് പകുതി മുക്കാലം അങ്ങോട്ട് പഴകിക്കണം. അപ്പോൾ അത് കാരണം പുതിയതാക്കാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചെറിയൊരു പർച്ചേസിങ് നടത്തുന്നത്. അല്ലെങ്കിലും വലിയ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങാറില്ല. ആവശ്യത്തിനുള്ള മാത്രമേ ഉള്ളൂ വാങ്ങാറ് കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടാകുമ്പോൾ വലിയ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നിറവേറ്റാം. ഇപ്പോൾ നമുക്ക് ഓരോരോ വീട് മാറുമ്പോഴേക്കും നമ്മൾ ഡപ്പകളിന് അത്യാവശ്യം ഡപ്പകൾ തന്നെയാണ് കേട്ടോ മാറ്റാറുള്ളത്. അങ്ങനെയൊക്കെ മതി കേട്ടോ. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാകുമ്പോൾ ബൈക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അത് എന്നും അവിടെ തന്നെ. ഇതങ്ങനെയല്ലല്ലോ. ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ നമുക്ക് ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ എന്നും നിലനിൽപ്പുള്ള വീടാണെങ്കിലും വേണ്ടില്ല, ഇതൊന്നും നിലനിൽപ്പില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം കൂടി നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. അതിനാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ നല്ല ഓഫർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അധികം വെളിച്ചെണ്ണ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര റേറ്റ് ഉണ്ട്. വെളിച്ചെണ്ണക്ക് ഒന്നും കമ്മിയായിട്ടില്ല. കുറച്ച് ഡപ്പിയും വെളിച്ചെണ്ണയും കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബില്ല് പേ ചെയ്യാൻ പോയിട്ടോ. അങ്ങനെ ഇവിടുന്ന് ലുലുവിലത്തെ പോലെയല്ല കേട്ടോ. പെട്ടെന്ന് ചെന്ന ഉടനെ തന്നെ ബില്ല് പേ ചെയ്ത് തന്നിട്ടോ. കാരണം ഞങ്ങൾ രാത്രിക്കാണ് കേട്ടോ പോയത്. രാത്രി അധികം തിരക്കൊന്നുമില്ല കേട്ടോ. ഓഫറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ തിരക്കൊന്നും കാണാനില്ല. ഞങ്ങൾ വൈകിട്ട് ലാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ അതായിരിക്കുമെന്നും അറിയില്ല കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എനിക്ക് ഇവിടെ ഡിമാർട്ടിൽ വന്നിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സാധനമാണ് കേട്ടോ ഞാൻ കണ്ടുകൂട്ടിയത്. ഗൾഫിലൊക്കെ ഒന്നും കിട്ടുകയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഈ ഹൈബ്രോ എടുക്കുന്ന ഒരു സംഭവം അത് ഈ ഡിമാർട്ടിലും ഞാൻ കണ്ടു. അൽഹംദുലില്ലാ, കണ്ടപ്പോൾ സന്തോഷമായിട്ടോ. നമുക്ക് ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല കേട്ടോ. എല്ലാം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന അത്രയും സാധനങ്ങൾ. എൻ്റെ ഒരു അറിവ് എന്താ, അത് ഗൾഫിൽ നിന്ന് മാത്രമേ ഉള്ളൂ കിട്ടുക എന്ന് അറിവുണ്ടായിരുന്നേ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാനത് കണ്ടുപിടിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ബില്ലൊക്കെ പേ ചെയ്യാൻ ഞങ്ങളിവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ തിരഞ്ഞിങ്ങനെ എടുക്കാനാണ് കേട്ടോ. അങ്ങനെ എടുത്ത് ലാസ്റ്റ് ഇതാ ബില്ല് പേ ചെയ്യണം. അവിടെ ചെന്ന ഉടനെ തന്നെ ബില്ല് പേ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കാശും കൊടുത്ത് ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് വന്നു കേട്ടോ. വീട്ടിൽ വന്നതിൻ്റെ ശേഷം ആ കുപ്പികളൊക്കെ ബോട്ടിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. കുപ്പികളൊക്കെ തുടച്ചിങ്ങാണ്ട് അതിക്ക് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. കാരണം ഒരുക്കങ്ങൾ തുടങ്ങി മക്കളെ, ഞങ്ങൾ പോകാനായി ഈ വീട്ടിൽ നിന്ന്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള
ഷോപ്പിങ്ങും ഒരുക്കങ്ങളും പിന്നെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ സെറ്റാക്കലും ഒക്കെ ഉണ്ടാവും. ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ വല്ലാത്തൊരു ടാസ്ക് പിടിച്ചൊരു അനുഭവം തന്നെയല്ലേ. അത് പോണവർക്കുള്ളൂ കേട്ടോ അതിനെ കുറിച്ചിട്ട് അറിയാം, പോകാത്തവർക്കൊന്നും അതിനെ കുറിച്ചിട്ട് അറിയില്ല. ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് പോയി സെറ്റ് ആകുമ്പോൾ എത്രമാത്രം കഷ്ടം എന്നുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഒരു സംഭവം ഞങ്ങൾ ഒന്നും വീട്ടിലേക്ക് വാങ്ങാത്ത. ഇപ്പം 5 വർഷമായാലും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള സംഭവം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൽ കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിൽ ഈ വീട്ടിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിച്ചതല്ല കേട്ടോ. പക്ഷേ മോനിക്ക് കളിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. മോനിക്ക് പുറത്തൊന്നും ഇറങ്ങാനോ ബുദ്ധിമുട്ട്. ഇത് സിറ്റിയാണ് കേട്ടോ. സിറ്റിയിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയാലോ കളിക്കാനൊന്നും പറ്റൂല. പിന്നെ അത് അങ്ങനെ മോൻ്റെ ഒരു ഇതും ഒക്കെ പാടെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീട്ടിൽ നിന്ന്. ഈ വീട്ടിൽ നമുക്ക് ഈ ഒരു വീട്ടിൽ കുറേ കാലം ജീവിക്കാം കേട്ടോ. ഇവിടെ ഒയ്യാനൊന്നും പറയാം, ഞങ്ങൾ ഇഷ്ടം പോലെ ഒഴിഞ്ഞാൽ മതി, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേ സൗകര്യക്കുറവ് നല്ലോണം ഉണ്ട് കേട്ടോ. സിറ്റിയിലാണെങ്കിലും സൗകര്യക്കുറവുണ്ട്. സൗകര്യക്കുറവ് എന്ന് പറഞ്ഞാൽ മോനിക്ക് കളിക്കാൻ പറ്റൂല. പിന്നെ ഒരു റൂമേ ഉള്ളൂ, ഒരു ബെഡ്റൂമേ ഉള്ളൂ, പിന്നെ അടുക്കള, പിന്നെ ആരെങ്കിലും പുറത്തുനിന്ന് വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നാൽ താമസിക്കാനൊക്കെ താഴത്ത് വീടുണ്ട്. പക്ഷെ എന്നാലും ഒരു ബുദ്ധിമുട്ട് കേട്ടാ. ഞാൻ 5 വർഷം ഇതിലാണ് താമസിച്ചത്. ഞാൻ കുറ്റം പറയില്ല കേട്ടോ, സംഭവം കുറ്റം പറയില്ല. നമ്മളൊരു സ്വർഗം പോലെ കഴിഞ്ഞൊരു വീടാണ്. കൊറോണ ടൈമിലൊക്കെ ഈ ഒരു റോട്ടിലേക്ക് നോക്കി നിന്നിട്ട് തന്നെ ടൈം പാസ്, എന്തോ ഒരു ടൈം പാസ് ആയിരുന്നു എന്നറിയാം. അടിപൊളിയായിരുന്നു കേട്ടോ. വീടിന് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. പക്ഷെ മോൻക്ക് പുറത്ത് കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. സൗകര്യം എന്ന് പറഞ്ഞാൽ സൗകര്യക്കുറവൊന്നുമില്ല, അടിപൊളി ഹാപ്പി ആയിട്ടുള്ള ജീവിതമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെതാ ഏറെക്കുറെ ബില്ലൊക്കെ നോക്കിക്കഴിഞ്ഞൊക്കെ സെറ്റായി ഡപ്പയിലൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തുടച്ചെടുത്തിട്ട് അതിലേക്ക് എല്ലാ സംഭവങ്ങളും കൊണ്ട് സെറ്റാക്കണം കേട്ടോ. എന്തിനാ സെറ്റാക്കണമെന്നും കൂടി ഇപ്പോൾ ഇനിയും പറയണ്ടല്ലോ. പുതിയൊരു വീട്ടിലേക്ക് പോകാനുള്ള ഒരു കേട്ടോ. ഒരു വീടാകുമ്പോൾ എന്തെല്ലാം ചെയ്യണം, വീട്ടിൽ നിന്ന് ഓരോരോ സംഭവങ്ങളും ഓരോരോ വൃത്തിയിലാക്കണം, ഓരോരോ സാധനങ്ങൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ വേർതിരിച്ച് വേറെ വെക്കണം. അങ്ങനെയാണ് കേട്ടോ. ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോൾ മാറുമ്പോൾ അങ്ങനെയാണ് കേട്ടോ. ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലതും കൊണ്ട് അങ്ങനെ വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടുന്ന് പിന്നെ വേറൊരു വീട്ടിലേക്ക് അങ്ങനെയാണ് കേട്ടോ. സുഖസുന്ദരമായിട്ടുള്ളൊരു ജീവിതമാണെന്ന് നിങ്ങൾ വിചാരിക്കണം. ഓരോരുത്തർക്കും അങ്ങനെയാണ്. പോകുമ്പോൾ സങ്കടകരമായിട്ടുള്ളൊരു വിഷയമാണ്. ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ സങ്കടം തന്നെയാണ് കേട്ടോ. എന്താ ചെയ്യാല്ലേ. അപ്പം അങ്ങനെതാ മോനിതാ എൻ്റെ കൂടെ നിന്നിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്യട്ടോ. അവന് നല്ല അങ്ങനെയൊക്കെ ഒരു ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ സംഭവങ്ങളൊക്കെ കുപ്പിയിലാക്കി. ചിക്കൻ മസാലയും ഗരം മസാലയും അതേമാതിരി മട്ടൻ മസാലയും ഒരേ കളറായതുകൊണ്ട് ഇത് തിരിച്ചറിയണില്ല കേട്ടോ. അപ്പോൾ അതിന് ആ സ്റ്റിക്കർ ഇല്ല, അതിൻ്റെ ആ മസാലേൻ്റെ അത് കത്രിയും കൊണ്ട് കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ചിട്ടു. അപ്പോൾ അത് തിരിച്ചറിയാനുള്ളൊരു ശേഷി ഉണ്ടാവും കേട്ടോ. അപ്പം അതിനാണ് ആ ഒരു കത്രിയും കൊണ്ട് വെട്ടണല്ല. നിങ്ങളെന്താ വിചാരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാലം എൻ്റെ കൂടെ നിന്ന് എൻ്റെ 17.800 സംതിങ് സബ് ഉണ്ട്. എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രം. എന്നെ പോസിറ്റീവായിട്ട് തളർത്തിയവരും നെഗറ്റീവായിട്ടുള്ളവരും എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്. കാരണം നിങ്ങൾ കാരണമാണ് ഞാൻ ഇവിടം വരെ എത്തിയതും ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരും കൂടെ വേണം. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.